അപ്ലൈഡ് എൻറ്റമോളജിയിൽ പ്രൊഡക്റ്റീവ് ഇൻസെക്ട്സ് ആണ് ടോപ്പിക് എടുക്കുന്നത്. അതിൽ എക്സാമ്പിളായിട്ട് സിൽക്ക് മോത്താണ്. സിൽക്ക് മോത്ത് എന്ന് വെച്ചാൽ ഒരു ബെനിഫിഷ്യൽ ഇൻസെക്ട്സ് ആണ്. അവരുടെ ലാർവ നാച്ചുറൽ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യും. സിൽക്ക് മോത്ത് സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ടൈപ്സ് വരുന്നത്, ഫസ്റ്റ് ടൈപ്പ് മൾബറി സിൽക്ക് മോത്താണ്. അത് ടെൻഡർ മൾബറി ലീവ്സ് ആണ് ഫീഡ് ചെയ്യുക. ബോത്ത് ഡൊമസ്റ്റിക്കേറ്റഡും വൈൽഡ് സ്പീഷീസും ഇൻക്ലൂഡഡ് ആണ്. ഫൈനസ്റ്റ് നാച്ചുറൽ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെയുള്ളത് എറി സിൽക്ക് മോത്താണ്. കാസ്റ്റർ ലീവ്സ് ഫീഡ് ചെയ്യും. ഫുള്ളി ഡൊമസ്റ്റിക്കേറ്റഡ് ആണ്, വൈൽഡ് ഇല്ല, ഫുള്ളി ഡൊമസ്റ്റിക്കേറ്റഡ് ആണ്. എറി സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യും. മൂന്നാമത്തെ ടൈപ്പ് തുഷാർ സിൽക്ക് മോത്താണ്. ഓക്ക് ഫിഗ് ലീവ്സ് ഒക്കെ ഫീഡ് ചെയ്യും. അവർ പാർഷ്യലി ഡൊമസ്റ്റിക്കേറ്റഡ് ആണ്, തസാർ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിലെ ലാസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മുഗ സിൽക്ക് മോത്താണ്. ഫീഡ് ഓൺ സെവറൽ ട്രീസ്, പിന്നെ മുഗ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി വരുന്നത് നമ്മുടെ എക്സാമ്പിളുള്ള മൾബറി സിൽക്ക് വോമിൻ്റെ ലൈഫ് സൈക്കിളാണ്. അതൊരു ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഹോളോ മെറ്റാബോലസ് ആണ്. കംപ്ലീറ്റ് മെറ്റാമോർഫോസിസ്, ഫിസിക്കൽ ഷേപ്പിനൊക്കെ ചേഞ്ചസ് വരും. അതിൽ 4 സ്റ്റേജസ് ആണുള്ളത്: എഗ്ഗ്, ലാർവ, പ്യൂപ്പ ആൻഡ് അഡൾട്ട്. ഫീമെയിൽ ഒരു 400 to 500 ബ്രൗണിഷ് വൈറ്റ് എഗ്സ് ലേ ചെയ്യും. അഡൾട്ട് മെയിൽസ് ആണെങ്കിൽ മേറ്റിങ്ങിന് ശേഷം ഡൈ ആവും. എഗ്ഗിൽ 2 kinds ഓഫ് എഗ്ഗ് ഉണ്ട്: ഡയാപ്പോസിസ് ആൻഡ് നോൺ ഡയാപ്പോസിസ്. എഗ്ഗ് ഡോർമെൻ്റ് സ്റ്റേറ്റിലേക്ക് പോകും, അതായത് എഗ്ഗിൻ്റെ ഉള്ളിൽ ഡെവലപ്മെൻ്റ് ഒന്നും നടക്കാതെ മെറ്റാബോളിക് ആക്ടിവിറ്റി കുറഞ്ഞിട്ടൊരു ഡോർമെൻ്റ് അവസ്ഥ, ഇനാക്റ്റീവ് ഫോമിലേക്ക് പോകും. അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആവുന്നത്. ഇനിയുള്ളത് സിൽക്ക് വോമിൻ്റെ ബോഡിയാണ്. അതിൽ ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ വിത്ത് ലെഗ്സ്, സലൈവറി ഗ്ലാൻസ്, സിൽക്ക് ഗ്ലാൻസ് ആൻഡ് സ്പിനേറ്റ്. ഈ മോത്ത് സലൈവറി ഗ്ലാൻസിൽ വെച്ചിട്ടാണ് സിൽക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു. ഒരു 30 to 40 ഡേയ്സിൻ്റെ ഉള്ളിൽ ഈ ലാർവ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് റെസ്റ്റിലോട്ട് പോകും. അതാണ് ഈ കൊക്കൂൺ എന്ന് പറയുക. കൊക്കൂൺ മേക്ക് ചെയ്യാൻ ഒരു 3 to 5 ഡേയ്സ് എടുക്കും. പിന്നെ ഒരു 2 to 3 വീക്സ് പ്യൂപ്പ ലൈഫാണ്. പിന്നെ കഴിഞ്ഞാൽ പ്യൂപ്പ ഒരു വിങ്ഡ് അഡൾട്ട് മോത്തായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. ഇനി വരുന്നത് മൾബറി സിൽക്ക് വോമിൻ്റെ ലാർവൽ പാർട്സ് ആണ്. അതിൽ ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ ഉണ്ട്. ഹെഡിൽ മൗത്ത് പാർട്സ് ഉണ്ട്: മാൻഡിബുലേറ്റ്, ലേബ്രിയം, ലേബിയം, മാക്സിലൊക്കെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് തൊറാക്സ് ആണ്. തൊറാക്സ് 3 segmented ആണ്. അബ്ഡോമിനിൽ 11 segmented ആണ്. അതിൽ 9th, 10th, 11th സെഗ്മെന്റ്സ് ഫ്യൂസ്ഡ് ആണ്. 5 pairs അൺസെഗ്മെന്റഡ് ആണ്. ഷോർട്ട് ആൻഡ് സ്റ്റഫി ലെഗ്സ് ഉണ്ട്. അതിനെ ഫ്യൂഡോ ലെഗ്സ് എന്നോ പ്രോ ലെഗ്സ് എന്നോ പറയും. ഇനിയുള്ള സലൈവറി ഗ്ലാൻസിൽ ഒരു സ്പിന്നിങ് ഓർഗൻ ആണ് സ്പിനേർട്ട്. അത് വിസ്കസ് സിൽക്കൺ ഫ്ലൂയിഡ് വെച്ച് ഫിൽഡ് ആണ്. അത് പിന്നെ കൊക്കൂൺസും പ്യൂപ്പയും ഒക്കെ ആയിട്ട് മാറുമ്പോൾ അതിന് സ്പിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. സിൽക്ക് ഗ്ലാൻസ് 2 ലേയേഴ്സ് ഉണ്ട്: മേജറും മൈനർ സിൽക്ക് ഗ്ലാൻസും ഉണ്ട്. മേജർ 4th and 8th സെഗ്മെന്റിലാണ്. വെൽ ഡെവലപ്ഡ് ഡൈജസ്റ്റീവ് ആൻഡ് സർക്കുലേറ്ററി, പിന്നെ റെസ്പിറേറ്ററി ആൻഡ് നെർവ് സിസ്റ്റംസ് ആണ്. സെൻസ് ഓർഗനിൽ 6 പെയർ ഓഫ് ഓസിലി സെൻസ് റിസെപ്റ്റേഴ്സും ഉണ്ട്. ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിൽക്ക് വോമിന് 2 പെയർ ഓഫ് സിൽക്ക് ഗ്ലാൻസ് ഉണ്ട്. ഇത് കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് മേജർ സിൽക്ക് ഗ്ലാൻസ് ആൻഡ് പെയർ ഓഫ് മൈനർ സിൽക്ക് ഗ്ലാൻസ്. ഈച്ച് മേജർ ഗ്ലാൻഡ് ഹാസ് 3 parts ഉണ്ട്: പോസ്റ്റീരിയർ, മിഡിൽ ആൻഡ് ആൻറ്റീരിയർ. മേജർ സിൽക്ക് ഗ്ലാൻസ് സിൽക്ക് സെക്രീറ്റ് ചെയ്യും. അത് മൈനർ ഗ്ലാൻഡ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ സ്മൂത്ത് ചെയ്യും. ഈ സിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് സെക്രീഷനാണ്. അതൊരു എയറുമായിട്ട് ഒരു എക്സ്പോഷർ വരുമ്പോൾ അതൊരു സോളിഡ് ത്രെഡായിട്ട് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ സിൽക്ക് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് അതിൻ്റെ പ്യൂപ്പിൾ ഫോമാണ്. ഈ ലാർവ ഫീഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് റെസ്റ്റിലോട്ട് വരും. മെറ്റാമോർഫോസ് സംഭവിക്കും. ശേഷം കൊക്കൂണിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി മൂടി കിടക്കും. ഇനിയുള്ളത് സെക്ഷൽ ഡൈമോർഫിസം ആണ്. മെയില് സ്മോളർ ആണ്. അതിൻ്റെ 9th അബ്ഡോമിനൽ സെഗ്മെന്റിൽ റൗണ്ട് സ്പോട്ടും ഉണ്ട്. ഫീമെയിൽസ് ആണെങ്കിൽ ലാർജർ ആണ്. എഗ് ഷേപ്പ്ഡ് മാർക്ക് ഉണ്ട് അവരുടെ 9th അബ്ഡോമിനിൽ. പ്യൂപ്പ ഒരു റേഡിക്കൽ റീമോഡലിംഗ് അണ്ടർഗോ ചെയ്യും ത്രൂ അനാട്ടമിക്കൽ ഫിസിയോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻസ്. പിന്നെ അതൊരു വിങ്ങഡ് ആയിട്ടുള്ള അഡൾട്ട് മോത്തായിട്ട് മാറും.